എൻ്റെ പരാതിയിൽ നാളെ ഇതുവരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും മറ്റു ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നുമായി ഈ 9 വർഷം 2016 മുതൽ 2025 വരെ എന്ന് പറയുമ്പോൾ 9 വർഷ കാലയളവിൽ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും അവരുടെ സെക്രട്ടറിമാര് മേടിച്ച ശമ്പളത്തിന് തുല്യമായ തുക എനിക്ക് നഷ്ടപരിഹാരമായിട്ട് ഈടാക്കി നൽകണം. നിങ്ങൾ 100 കോടി കട്ടുമെന്നുള്ളതാണ് എൻ്റെ ആരോപണം. 100 കോടിയാണ്. 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചാൽ, അത് മറ്റേ എന്തെങ്കിലും നിത്യവൃത്തിക്ക് പട്ടിണി കിടക്കണമുണ്ട്, ശമ്പളമില്ലാതെ സർക്കാർ ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് 1-2 ലക്ഷമൊക്കെ മേടിച്ചായിരുന്നെങ്കിൽ ഞാൻ ശമ്പളം മേടിച്ചാൽ, അല്ലെങ്കിൽ വീട്ടിൽ അരി മേടിക്കാൻ വേണ്ടി മേടിച്ചാണെന്ന് വിചാരിച്ചാൽ. പക്ഷെ നിങ്ങൾ മേടിച്ചത് 100 കോടിയാണ്. കളമശ്ശേരി നഗരസഭയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അവരെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞിട്ട് നിൽക്കുന്ന ഏതാണ്ട് 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെല്ലണത്. ഇതിൻ്റെയൊക്കെ ഒറിജിനൽ മാത്രമുള്ളൂ, അത് ഫോട്ടോ കോപ്പി എടുത്തിട്ടാണോ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല സാറേ, എനിക്ക് ഇന്നലെ വൈകുന്നേരമാണ് തന്നത്. അതായിട്ട് ഞാൻ രാവിലെ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഞാൻ ഇവിടെ വരെ വന്നേക്കണത് എന്ന് കാണിക്കാനാണ്. ശരി. അപ്പോൾ തന്നെ മറ്റേ ക്ലർക്കിനെ ബെല്ലടിച്ച് വിളിക്കുന്നു, ക്ലർക്ക് വരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് ഇവിടെ തരാം. പരാതി എഴുതിയായിരുന്നോ സാർ? ഞാൻ പറഞ്ഞു ഇല്ല സാർ, പരാതി എഴുതിയിട്ടില്ല. ശരി, പരാതി തരും, പരാതി എഴുതിക്കോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. 2016 സെക്രട്ടറി, 2016 ഓവർസിയർ, 2020-21 കളമശ്ശേരി നഗരസഭ സെക്രട്ടറി, ഓവർസിയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആർക്കുണ്ടല്ലോ 2023-24 23 സെക്രട്ടറി, 24 സെക്രട്ടറി, 25 സെക്രട്ടറി, അങ്ങനെ ഒരു 6-7 പേർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. ഞാൻ 2016 ഉദ്യോഗസ്ഥർക്ക് എൻ്റെ വീടിനടുത്തുള്ള തോട് കോരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്നിരുന്നേച്ച സെക്രട്ടറി, അന്നിരുന്നേച്ച ഓവർസിയറും കൂടി സർവേ നമ്പർ അടക്കം തിരുത്തി കൊടുത്തു. അങ്ങനെ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞത് 2019 2017 സ്ഥലോടമ ഈ സർവേ നമ്പറിൽ അങ്ങനെ ഒരു തോടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും പിന്നീട് ഈ പരാതിക്കാരനായ എന്നെ അതിനകത്ത് കക്ഷി ചേർക്കാതെ ആണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. 2019 ആ കേസിൽ ഞാൻ കക്ഷി ചേരുകയും 2020 കേരള ഹൈക്കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് വരികയും ചെയ്തു. അത് മറ്റൊന്നുമല്ല, അങ്ങനെ ഒരു തോടുണ്ടെങ്കിൽ കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം തുടർ നടപടികൾ സ്വീകരിച്ച് തോട് പുറസ്ഥിതിയിലാക്കാൻ പറയും. എന്നാൽ 2020-ആയി, 21-ആയി, 21 ജില്ലാ കളക്ടർ കത്ത് കൊടുത്തു. കളമശ്ശേരി നഗരസഭ അനങ്ങിയില്ല. 2023 കൊടുത്തു. 2024 ഞാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു. ലാൻഡ് റവന്യൂ കമ്മീഷണർ അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ എന്നോണം ജില്ലാ കളക്ടർക്ക് കത്ത് കൊടുക്കുന്നു. എന്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിലാക്കിയില്ല എന്നുള്ള കാരണം ചോദിച്ചുകൊണ്ട് കത്ത് കൊടുക്കുന്നു. ഈ കത്തിലും നടപടിയെടുക്കുന്നില്ല. അവസാനം ഞാൻ ചെന്ന് ബഹളം ഉണ്ടാക്കുന്നു. കളക്ടറോട് ചോദിക്കുന്നു, കളക്ടർ എന്താണ് നടപടി? അപ്പോൾ കളക്ടർ പറയും ചോദിക്കാം. അങ്ങനെ ചോദിച്ച് എന്ന് കഴിഞ്ഞപ്പോൾ അവസാനം ഞാൻ കണ്ടു കളക്ടറും വ്യാജരേഖ ഉണ്ടാക്കി. വിട്ടില്ല, പുറകെ പിടിച്ചു. ഞാൻ നേരെ ഇവിടെ നിന്ന് ഈ വണ്ടിയുമായി നേരെ തിരുവനന്തപുരത്ത് ചെന്നു. LSTD ഡയറക്ടറെ കണ്ടു. ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ മന്ത്രി പി രാജീവ്, ഇപ്പോഴത്തെ പി രാജീവും മന്ത്രി കളമശ്ശേരി നഗരസഭയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അവരെ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞിട്ട് നിൽക്കുന്ന ഏതാണ്ട് 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെല്ലണത്. അപ്പോൾ മീറ്റിങ്ങിന് വിളിച്ചേക്കുവാണ്. അപ്പോൾ LSTDയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മീറ്റിങ്ങിന് പോകാനായിട്ട് നിൽക്കുക. അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത് ഒരു 3:45 നേരമായപ്പോൾ. കാരണം കേരളത്തിലെ റോഡിലൂടെ വണ്ടി ഓടിച്ച് ഞാൻ അവിടെ ചെല്ലണമെങ്കിൽ ഇത്രയും സമയം എടുക്കും.
അങ്ങനെ ഞാൻ 3:45 നേരത്ത് ഞാൻ അവിടെ ചെന്നു. ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കണ്ടു. പ്രിൻസിപ്പൽ സെക്രട്ടറി ഞാൻ കയറി ചെന്ന വഴിക്ക് പുള്ളി പറഞ്ഞു, സോറി എനിക്ക് സമയമില്ല, കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എഴുതി കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഒരു 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് സാർ, ഈ പേപ്പറൊന്ന് കണ്ടിട്ട്. സമയമില്ല ബോസ്കോ കളമശ്ശേരി, നിങ്ങൾ കൂടെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നാണ് എന്നോട് ചോദിച്ചത്. അല്ല സാർ അങ്ങനെ പറയല്ല സാർ, പേപ്പർ ഒന്ന് നോക്ക്, ഇത് കണ്ടിട്ട് സാർ എന്താന്ന് വെച്ചാൽ ഒരു തീരുമാനം സാർ എടുത്തോ എന്ന് പറഞ്ഞു. തന്നോടല്ലേടോ പറഞ്ഞത് ഇവിടെ സമയമില്ല എന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു, സാർ ഒന്ന് നോക്ക്. ശരി, താൻ പേപ്പർ കാണിക്കും. ഇപ്പം എനിക്ക് ജില്ലാ കളക്ടറേറ്റിൽ നിന്നും LSTD ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഭൂരേഖ ലാൻഡ് ഈ കളക്ടർ ഓഫീസിൽ നിന്നും എനിക്ക് തന്ന വിവരാവകാശ നിയമപ്രകാരം ഞാൻ ചോദിച്ച് മേടിച്ച ആ പേപ്പറൊക്കെ ഞാൻ അങ്ങോട്ട് കൊടുത്തു. പുള്ളി ഇങ്ങനെ മറിച്ച് നോക്കി, 1 2 3 4. അതിൻ്റെ ഇടയിൽ ഒരു ഷോക്കോസ് നോട്ടീസ് ഇരിക്കും. ഈ ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഓ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ മാത്രമുള്ളൂ, അത് ഫോട്ടോ കോപ്പി എടുത്തിട്ടാണോ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല സാറേ, എനിക്ക് ഇന്നലെ വൈകുന്നേരമാണ് തന്നത്, അതായിട്ട് ഞാൻ രാവിലെ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഞാൻ ഇവിടെ വരെ വന്നേക്കണത് എന്ന് കാണിക്കാനാണ്. ശരി. അപ്പോൾ തന്നെ മറ്റേ ക്ലർക്കിനെ ബെല്ലടിച്ച് വിളിക്കുന്നു. ക്ലർക്ക് വരുന്നു, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് ഇവിടെ തരാൻ. പരാതി എഴുതിയായിരുന്നോ സാർ? ഞാൻ പറഞ്ഞു, ഇല്ല സാർ, പരാതി എഴുതിയിട്ടില്ല. ശരി, പരാതി തരും, പരാതി എഴുതിക്കോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ 3:45 ഞാൻ ഇരുന്ന് പരാതി എഴുതി. 10-20 മിനിറ്റോളം പരാതി എഴുതി, വർത്തമാനവും പറഞ്ഞിട്ടാണ് അങ്ങനെ പരാതി കൊടുത്തു. ആ പരാതിയിൽ ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ട് തരാൻ പറഞ്ഞു. സർക്കാർ സംവിധാനങ്ങളാണല്ലോ, ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാൻ ഏതെങ്കിലും അമ്മായിയുടെ മക്കൾ ശരിയാവോ? ഞാനും വിട്ടില്ല, പുറകെ പിടിച്ചു. എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ പരാതിക്ക് കൈപ്പറ്റ രസീതൊന്നും തന്നൊന്നുമില്ല കേട്ടോ. പരാതിക്ക് കൈപ്പറ്റ രസീതില്ല, ഒരു കിണ്ടിയും ഇല്ല, അവർ തന്നില്ല. ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് സാർ സൈൻ ചെയ്ത് പോയി, അതുകൊണ്ട് പരാതിയിൽ തരാൻ പറ്റില്ല. അല്ല, കൈപ്പറ്റ രസീത് തരേണ്ട, പരാതിയിൽ സീല് കുത്തി തന്നാൽ മതി. അല്ല സാറ് അതിനകത്ത് സൈൻ ചെയ്തേക്കണോണ്ട് തരാൻ പറ്റൂല. പുറകെ നടന്നു. അങ്ങനെ 22/6/2022 ഞാൻ കൊണ്ട് പരാതി കൊടുക്കുന്നു. 26/6/2025 JD ഓഫീസിൽ തിരിച്ച് മറുപടി കൊടുക്കുവാണ്. മറുപടി മറ്റൊന്നുമല്ല, JD ഓഫീസിൽ കൊണ്ട് ഇതിന് ആരാണ് എന്ന് അന്വേഷിച്ച് ഇന്റേണൽ വിജിലൻസിനെ കൊണ്ട് അന്വേഷിച്ച് ഉത്തരവ് കൊടുക്കാനാണ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കത്ത് ഇന്നലെ വരെ അനങ്ങിയിട്ടില്ല. അങ്ങനെ ഞാൻ വിടാൻ തയ്യാറല്ലല്ലോ, ഞാനും പുറകെ പിടിച്ചു. അതിൻ്റെ 1-2 വോയിസ് സംഭാഷണങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. ഹലോ ഹലോ, നമസ്കാരം. എൻ്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണ്. എന്താ? എൻ്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണ്. ഞാൻ വിളിച്ചതേ 26/6/2025 തിരുവനന്തപുരം LSTD ഡയറക്ടർ ഓഫീസിൽ നിന്ന് ഒരു കത്ത് വന്നിട്ടില്ലേ? എവിടെ നിങ്ങൾക്ക് അങ്ങോട്ട് വന്നേക്കുന്നോ? വീട്ടിലേക്ക് വന്നേക്കുന്നോ? എനിക്ക് വന്നിട്ടില്ല, നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ടില്ലേ? ഓഫീസില് ഈ JD ഓഫീസിൽ നിന്ന്, എറണാകുളം കാക്കനാട് JD ഓഫീസിൽ നിന്ന്. JD ഓഫീസിൽ വന്നിട്ടില്ലേ? അത് അറിയില്ല, നോക്കണം. എന്തിന്റെ ആയിരുന്നു? അതിനകത്ത് പരാതിക്കാരൻ ഞാനായിരുന്നേ. ആ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് നടപ്പാക്കിയില്ല എന്നും പറഞ്ഞൊരു പരാതിയിൽ നിങ്ങളുടെ വിശദീകരണം ചോദിച്ചിട്ട് 4 മാസമായി. 1 മിനിറ്റ് ഹോൾഡ് ചെയ്യേ, പരാതി സെക്ഷന് കൊടുക്കാം. ഹലോ ഹലോ, ആരായിരുന്നു? എൻ്റെ പേര് ബോസ്കോ കളമശ്ശേരി. ഓക്കെ, എന്തായിരുന്നു? ഈ ഞാനേ 22/6/2025 കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാര് ഹൈക്കോടതിയുടെ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചെന്നും ഞാനത് ചോദിക്കാൻ ചെന്ന എന്നെ ഉദ്യോഗസ്ഥരും ബാക്കിയുള്ള ജനപ്രതിനിധികളും കൂടി ഭീഷണിപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ട്
അതുകൊണ്ട് എനിക്ക് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ LSTD പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഞാൻ പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 22/26/2025 മാഡത്തിന്റെ ഓഫീസിലേക്ക് ഒരു കത്ത് വന്നിട്ടില്ലേ? നോക്കണല്ലോ. 26/6 അതിനകത്തൊന്നും മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. മാഡത്തിന്റെ ഓഫീസിൽ ഇപ്പോഴും പെൻഡിങ് കിടപ്പുണ്ടെന്നാണല്ലോ പറയണത്. ഞാനൊന്ന് നോക്കട്ടെ. നമുക്കിവിടെ ഒരുപാട് പരാതികൾ ഉള്ളതുകൊണ്ട് എല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഈ പരാതി ഒന്ന് നോക്കട്ടെ കേട്ടോ. ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിലും മറുപടി ലഭിക്കില്ല എന്നുണ്ടെങ്കിൽ അത് രേഖാമൂലം ഒഫീഷ്യലി അങ്ങനെ തന്നെ ആയിന്നല്ലേ അതിന്റെ അർത്ഥം? ഞാനൊന്ന് ഫയൽ ആദ്യം നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാവേ. എനിക്കൊന്ന് നമ്പർ തരാമോ? ഞാൻ തിരിച്ചു വിളിക്കാം. പേരും നാളും വയസ്സും അഡ്രസ്സും ജനിച്ച സമയം വരെ പറഞ്ഞു കൊടുക്കണം ഉദ്യോഗസ്ഥന്. ഞാനത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്റെ പരാതിയില്, ഞാൻ കൊടുത്ത പരാതിയില് ഉദ്യോഗസ്ഥൻ ഫയലും മുക്കി 100 കോടിയുമായി മുങ്ങി. ഇല്ല എന്ന് നിങ്ങൾ തെളിയിക്ക്, ഞാനല്ലല്ലോ തെളിയിക്കണ്ട. ഇപ്പൊ അതുകൊണ്ടാണല്ലോ നിങ്ങൾക്കെതിരെ 2016 സെക്രട്ടറി, 2016 ഓവർസിയർ, 2020 21 കളമശ്ശേരി നഗരസഭ സെക്രട്ടറി, ഓവർസിയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആർക്കുണ്ടല്ലോ 2023 23 സെക്രട്ടറി, 24 സെക്രട്ടറി, 25 സെക്രട്ടറി, അങ്ങനെ ഒരു 6-7 പേർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ പുറകെ പരാതിക്ക് നടപടി എടുക്കുമോ എന്ന് ചോദിച്ച് ഞാൻ വന്നപ്പോൾ നിങ്ങൾ എന്നെ കൊഞ്ഞണം കുത്തി കാണിച്ച സാഹചര്യത്തിൽ എനിക്ക് നിങ്ങൾ നടപടി എടുത്തില്ലെങ്കിലും വേണ്ടില്ല. നിങ്ങൾക്ക് നടപടി എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണല്ലോ. കാരണം നിങ്ങൾ 100 കോടിയൊക്കെ അല്ല മേടിച്ചിട്ടേക്കണ പോക്കറ്റില്. കളക്ടർ വരെ വ്യാജരേഖ ഉണ്ടാക്കണ ഈ ചെറിയ എമൗണ്ടിനൊന്നും അല്ലല്ലോ നിങ്ങൾ സെറ്റിൽമെന്റ് നടത്തിയേക്കണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് സെക്രട്ടറിക്ക് തുല്യമായ ശമ്പളം കിട്ടും. എന്റെ പരാതിയിൽ നാളെ ഇതുവരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും മറ്റു ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നുമായി ഈ 9 വർഷം 2016 മുതൽ 2025 വരെ എന്ന് പറയുമ്പോൾ 9 വർഷ കാലയളവിൽ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും അവരുടെ സെക്രട്ടറിമാര് മേടിച്ച ശമ്പളത്തിന് തുല്യമായ തുക എനിക്ക് നഷ്ടപരിഹാരമായിട്ട് ഈടാക്കി നൽകണം. 100 കോടി നിങ്ങൾ മേടിച്ചല്ലേ? ആ മേടിച്ചത് നിങ്ങളുടെ ബന്ധുക്കളുടെ പേരിലും അമ്മായിയമ്മയുടെ പേരിലും മറ്റവരുടെ പേരിലും മറിച്ചവരുടെ പേരിലും ഒക്കെ ആയിട്ട് നിങ്ങൾ സ്വത്തും സമ്പാദ്യം ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ വിദേശ യാത്രകൾ നടത്തിയപ്പോൾ അതിന്റെ കൂടെ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ എവിടെ വെച്ചു എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ 100 കോടി കട്ടുമെന്നുള്ളതാണ് എൻ്റെ ആരോപണം. 100 കോടിയാണ്. 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചാൽ അത് മറ്റേ എന്തെങ്കിലും നിത്യവൃത്തിക്ക് പട്ടിണി കിടക്കണമുണ്ട്, ശമ്പളമില്ലാതെ സർക്കാർ ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് 1-2 ലക്ഷമൊക്കെ മേടിച്ചായിരുന്നെങ്കിൽ ഞാൻ ശമ്പളം മേടിച്ചാൽ അല്ലെങ്കിൽ വീട്ടിൽ അരി മേടിക്കാൻ വേണ്ടി മേടിച്ചാണെന്ന് വിചാരിച്ചാൽ. പക്ഷെ നിങ്ങൾ മേടിച്ചത് 100 കോടിയാണ്. അതുകൊണ്ട് ഞാൻ സെക്രട്ടറിമാരുടെ ശമ്പളത്തിന് തുല്യമായ തുക എനിക്ക് ലഭ്യമാക്കി നൽകണം, നഷ്ടപരിഹാരമേ ഈടാക്കി നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നാളെ ചീഫ് സെക്രട്ടറിക്കും ബന്ധപ്പെട്ട അതോറിറ്റിക്കും പരാതി കൊടുത്ത് കോമ്പൻസേഷൻ ഈടാക്കാൻ പോകണം. എൻ്റെ പരാതി വന്നപ്പോൾ ഞാൻ ജയിലിലടച്ചിട്ട് എന്നെ കൊന്നു കളഞ്ഞാൽ നിങ്ങൾ പരാതി തീരുമെന്ന് വിചാരിച്ചോ? അതും പറഞ്ഞുകൊണ്ട് നിങ്ങൾ 100 കോടി സെറ്റിൽമെന്റ് നടത്തി പോയി കഴിഞ്ഞാൽ ഞാൻ പിടിക്കൂല എന്ന് വിചാരിച്ചു. ഞാൻ ചാവണമെങ്കിൽ മേലിരിക്കണ പുണ്യാളനും കൂടി വിചാരിക്കണം. എന്തായാലും നിങ്ങൾക്കെതിരെ ഈ ദിവസങ്ങളിൽ വകുപ്പ് തല നടപടികളുണ്ട്. നടപടികൾ എടുത്തോട്ടെ. അതെന്തായാലും നിങ്ങളുടെ ജോലി ഞാൻ കളയിക്കാനുള്ള കാര്യം ഞാൻ ചെയ്യുന്നുണ്ടോ? 100 കോടി എൻ്റെ പരാതി മേടിച്ചിട്ട് 100 കോടി തട്ടിക്കൊണ്ടുപോയ സാഹചര്യത്തിൽ ആരൊക്കെ അന്വേഷിക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതൊന്നും എൻ്റെ ജോലിയല്ല. എനിക്കെന്തായാലും ഈ 6-9 വർഷത്തെ എൻ്റെ നഷ്ടം എന്ന് പറയുന്നത് എൻ്റെ ജോലി കളഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ പുറകെ നടന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് സെക്രട്ടറിക്ക് തുല്യമായ ശമ്പളം കിട്ടാൻ എൻ്റെ അവകാശമാണ്. ഞാൻ പരാതി കൊടുക്കും.
ഞാൻ അതിന് ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാനാണ് എൻ്റെ തീരുമാനം. അപ്പോൾ 100 കോടി കട്ടുകൊണ്ടുപോയ ഉദ്യോഗസ്ഥൻ്റെ കുടുംബങ്ങളുടെയും അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെയൊക്കെ സാമ്പത്തിക സോഴ്സ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ജപ്തി നടപടികൾ സ്വീകരിക്കാൻ ഇവിടെയുള്ള ബന്ധപ്പെട്ട അതോറിറ്റികളൊക്കെ തയ്യാറാകുമായിരിക്കും അല്ലേ എന്ന് മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.